ടു സാഫിൻസ് മീഡിയ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്നിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതായത് ഞാനിന്ന് 2-3 സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തേടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ട് നമ്മുടെ അഞ്ചുമന ക്ഷേത്രം എടപ്പള്ളിയുടെ തൊട്ടടുത്തുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളായിട്ട് ഒരു 3-4 സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 3-4 ലൈനും മേലുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു 3-4 സിനിമ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ 2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണില്ലല്ലോ എന്നുള്ള കാര്യം, പേരെന്താണെന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചാനൽ തുടങ്ങിയ എല്ലാവർക്കും അറിയാം, ഈ ചാനൽ ആദ്യം തുടങ്ങിയിരുന്നത് ഷെഫീക്ക് എന്നുള്ള ഒരു പേരിലായിരുന്നു. അതെൻ്റെ പേര് തന്നെയായിരുന്നു. പിന്നെ അത് നമ്മൾ കാലക്രമേണ സാഫിൻസ് മീഡിയ എന്നുള്ള പേരിലോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തുള്ള വീഡിയോ ഒക്കെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലായി കാണും അത് എൻ്റെ പേരെന്താണെന്നുള്ള കാര്യമൊക്കെ. പുതിയതായിട്ട് വന്ന എല്ലാ സബ്സ്ക്രൈബറോടും പറയാനുള്ളത്, എൻ്റെ പേര് ഷെഫി എന്നാണ്. അപ്പോൾ എൻ്റെ വീട് എടപ്പള്ളി തന്നെയാണ്. അപ്പോൾ ഇതൊരു പാഷൻ പോലെയാണ്. മെയിനായിട്ട് ഇതുപോലെ ഞാൻ ചെറിയ വീഡിയോ ഒക്കെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ട്, അപ്പോൾ അവരെയൊക്കെ വെച്ച് എടുക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള വീഡിയോകളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ കൂടിയാണ് ഞാൻ ഈ യൂട്യൂബിലോട്ട് കടന്നു വന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ അറിയിക്കാമെന്ന് വിചാരിച്ച് പറഞ്ഞാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചു, അതുകൊണ്ട് പറഞ്ഞാണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം, പോവാം. എൻ്റെ പുറകെ കാണുന്ന ഈ മാളുണ്ടല്ലോ, ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഷോപ്പിംഗ് മാൾ കേട്ടോ, ഒബ്രോൺ മാൾ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. 2008 ഇതിൻ്റെ പണി കഴിഞ്ഞത്. 2009 ഇതിൻ്റെ ഔദ്യോഗികമായ ഇനാഗ്രേഷനൊക്കെ നടന്നത് കേട്ടോ. അതിനുശേഷം ഒരുപാട് ആളുകൾ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. കാരണം വേറെ അന്ന് ഇവിടെ പ്രസിദ്ധമായ മാളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പ്രസ്റ്റീജ് മാൾ എന്ന് പറഞ്ഞൊരു മാൾ വന്നിട്ടുണ്ട്. അതാണ് പ്രസ്റ്റീജ് മാളാണ്. പിന്നെ ലുലു മാളുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ലുലു മാൾ ഓൾറെഡി ഉണ്ട്. അത് ഇത് കടയുടെ ജുമാത്ത് പള്ളിയാണ്. ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ നമ്മുടെ അഞ്ചുമന അമ്പലം ഉള്ളത്. ആ വഴിയാണ് പോകേണ്ടത്, അതാണ് റോഡ്. അത് ബൈപ്പാസ് ഒന്ന് ക്രോസ് ചെയ്യണം. അപ്പോൾ അതേ ലെഫ്റ്റ് സൈഡ് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഹൈവേന്ന് ജസ്റ്റ് കുറച്ചുള്ളൂ, 100 മീറ്റർ അങ്ങോട്ടേ ഉള്ളൂ. അപ്പോൾ അതെ അഞ്ചുമന മാമംഗലം റോഡ്. ഇവിടെ നേരെ കാണാനുണ്ടോ നമ്മുടെ അഞ്ചുമന അമ്പലം. ഈ അമ്പലത്തിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് താലപ്പൊലി മഹോത്സവം എന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കാറുണ്ട്. പിന്നെ പുറപ്പാട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അഞ്ചുമന ദേവി ക്ഷേത്രം ഇടപ്പള്ളി. ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഇത്. ഒരുപാട് സിനിമകളിലൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുതുക്കോട്ടയിലെ പുതുമണവാൻ, പിന്നെ ദോസ്ത്, പിന്നെ പറക്കന്തളിയ ഭൂരിഭാഗം ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തേക്കണം. പിന്നെ പുതുക്കോട്ടയിലെ പുതുമണവാൻ ഏകദേശം 9 ദിവസത്തോളം ഇവിടെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ മൊത്തം ആ പടങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. 2001 ഇറങ്ങിയ ദോസ്തു സിനിമയിലെ കലാമണീനെ ഒരു കുളത്തിൽ ചാടുന്ന സീനും, അതുകൂടാതെ ഒരു റോഡിൽ നിന്ന് പോലീസ് പിടിച്ചിട്ട് പോകുന്ന സീനൊക്കെ ഉണ്ട്. ഈ സിഗരറ്റൊക്കെ വലിച്ചിട്ട് ആ സിഗരറ്റ് വാങ്ങിച്ച കട ഇതാണ്. ഈ കടയിലാണ് കലാമണി ചേട്ടൻ സിഗരറ്റ് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് നേരെ ഓടിപ്പോകുന്നത്. അവിടെയാണ് കുളം, ആ കുളത്തിലാണ് ചാടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സീനൊക്കെ ഇവിടെയുണ്ട് ഷൂട്ട് ചെയ്തത്. ഈ കടയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ആ കുളം ഇതാണ് കേട്ടോ. അടുത്തൊന്ന് കണ്ടേക്കാന്ന് വെച്ചു. ഇതാണ് കുളം. ഇതൊക്കെ സിനിമ പോലീസുകാരെയൊക്കെ പിടിച്ച് കുളത്തിൽ തള്ളിയിടുന്നുണ്ട്. അതാണ് ആ ജംഗ്ഷനാണത്. അപ്പോൾ അത് എൻ്റെ പുറകേക്കാണ് ഈ CK സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഈ കടയിലെ ഈ ചേട്ടനെ ഇവിടെ വന്ന ഒട്ടുമിക്ക സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വലിയ രസം അതാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ എത്ര പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവിടെ? ബാക്കിൽ ഇപ്പോൾ ചെറിയൊരു ഷോട്ടിലായിട്ട് 1-2-3 പടത്തിലൊക്കെ ചെറിയതായിട്ടൊക്കെ ഉണ്ടെന്നാലും ഞാൻ അങ്ങനെ വെറുതെ ഫേമസിലല്ല. കട നോക്കി പോണാറുണ്ട്. എനിക്കിതിൽ വലിയ ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. അത് കാരണം പലരും എന്നോട് പറഞ്ഞ് പല ഇതിലൊക്കെ എടുക്കാൻ പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നിന്നാണ്. അപ്പോൾ ഈ സിനിമാക്കാരൊക്കെ വരുമ്പോൾ ചെയ്യേണ്ട ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഭയങ്കര അനുഭവം എന്ന് പറഞ്ഞാൽ അവര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മേക്കപ്പിന് വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത് വീട് തന്നെ ആയിരുന്നു. അതിൽ തന്നെ സൗകര്യം നമുക്ക് കൊടുക്കുമായിരുന്നു നേരത്തേക്കാ. അപ്പൊ കുറെ ആളായിട്ട് ഈ അമ്പലത്തിലൊക്കെ കുറച്ച് ഷൂട്ടിങ് കുറവായിരുന്നു. അപ്പൊ കുറവായതുകൊണ്ട് ഇപ്പൊ അങ്ങനെ കുറച്ചില്ല. എന്നാലും ചില അത്യാവശ്യത്തിനൊക്കെ ഉണ്ടെന്നാലും ദിലീപാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. സിദ്ദീഖ്, ശോഭനയൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് മേക്കപ്പ് ചെയ്ത് പോയിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പൊ ഈ ചേട്ടനെ ശരിക്കും കുറെ പടങ്ങളിൽ കുഞ്ഞു റോളിലൊക്കെ ഉണ്ട്. നമുക്ക് ശരിക്കും നോക്കണം, നമുക്ക് അറിയില്ല. അപ്പൊ പടങ്ങൾ ഏതാണ്ട് ചേട്ടനോട് ചോദിക്കാം. അത് ധ്രുവം പടത്തിലുണ്ട് ഒന്ന്, പിന്നെ ദോസ്തിലുണ്ടായിരുന്നു,
പറക്കന്തളിയിലില്ല. പറക്കന്തളിയിൽ ഞാൻ ഒരു 2 മണിക്കൂർ നിന്ന് 2 മണിക്കൂർ നിന്നിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ മാറി തന്നെ അപ്പൊ വന്ന് വേറൊരാള് അതിനെടുത്താണ്. അങ്ങനെ ഉണ്ട്. അപ്പൊ സിനിമാക്കാരൊക്കെ വരുമ്പോ എന്തായാലും ഈ കട കാണും. കാരണം അതിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള കടയാണ്, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് വരികയും ചെയ്യും, ചായ കുടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എന്തായാലും ശരി കേട്ടാ. അപ്പൊ പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന് പറഞ്ഞ സിനിമ ഏകദേശം മറ്റേ കഥാപ്രസവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് ഈ ഗ്രൗണ്ടിൽ വെച്ചാട്ടാ. അതായത് ഗാനഭൂഷണം സതീഷ് കൊച്ചിനും അതുപോലെ തന്നെ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിനൊക്കെ തകർത്താടിയ ഒരു ഗ്രൗണ്ടാണിത്. കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതുമണവാളൻ. അപ്പോൾ പറക്കുന്നളിയിലെ കുറച്ച് ഷോട്ടും ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട്. കുറച്ചൊന്നല്ല, പറക്കുന്നളിയിൽ ഏകദേശം ഓൾമോസ്റ്റ് ഇവിടെ തന്നെയാണ്. ഈ അഞ്ചുമന ക്ഷേത്രം വെച്ച് ആ ബസ് കൊടുത്തിട്ടത് ഏകദേശം ഈ ഭാഗത്താണ്. അപ്പോൾ ഈ ഭാഗത്ത് ബസ് ഇട്ടതിന് ശേഷം ഇവിടെ വെച്ചിട്ടുള്ള ഷോട്ടുകളാണ് കൂടുതൽ. ഈ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലങ്ങൾ വരെ ആ പടത്തിലുണ്ട്, നിങ്ങൾക്ക് ശരിക്കും നോക്കി മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ അനീഫിക്കയുടെ എൻട്രി ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ആ ഭാഗത്താണ് ജീപ്പിലൊക്കെ വരുന്നതായിട്ടുള്ള എൻട്രി ഒക്കെ കാണിക്കണ്ടല്ലോ, ആ പോലീസ് ജീപ്പിൽ, അത് ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ബസ് ഇവിടെയാണ് കിടന്നിരുന്നത്. അപ്പോൾ ബസ്സിനകത്ത് വെച്ചിട്ടുള്ള ഡയലോഗുകളെല്ലാം പ്രസന്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടാണ്. 4 പടം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി പടങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇനി അറിയുകയാണെങ്കിൽ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നെ കാണാൻ പറ്റാത്തതെന്ന് തോന്നരുത്, ഞാനിപ്പോൾ വണ്ടി സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ പുതിയ മാൾ കേട്ടോ. ഇത് എടപ്പള്ളി തന്നെയാണ്. അപ്പോൾ ഈ മാളിൻ്റെ ഓപ്പോസിറ്റാണ് ഒബ്രോ മാളുള്ളത്. ഒബ്രോ മാൾ അവിടെയാണ്. ഇത് പുതിയ മാള്. അപ്പോൾ കൊച്ചിയിൽ നിലവിലിപ്പോൾ ഇതുകൂടാ, ഇതിപ്പോൾ 1, 2, 3, 4ാമത്തെ കണ്ട് മാളാണെന്ന് എനിക്ക് തോന്നുന്നു. ന്യൂക്ലിയസ് മാളുണ്ട്, പിന്നെ മറ്റേ മാള് പോയി, വൈറ്റിലുള്ള. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്.